നമ്മളങ്ങനെ ഉള്ളത് രാജസ്ഥാൻ ബോർഡറിലേക്ക് കയറി. ഗുജറാത്ത് ഇതാ ഇതിന്റെ ഇപ്പുറം ഗുജറാത്ത്, ഇതിന്റെ അപ്പുറം രാജസ്ഥാൻ. പിന്നെ നമ്മളങ്ങനെ രാജസ്ഥാനിലെത്തുക. രാജസ്ഥാനിലാന്നുള്ളത് ഏകദേശം ഇന്ന് നമ്മളെ റൈഡ് തുടങ്ങിയിട്ട് 168ാമത്തെ ദിവസം, 68. അപ്പോൾ ഓരോ ദിവസവും വ്യത്യസ്ത അനുഭവങ്ങൾ, വ്യത്യസ്ത ആൾക്കാർ, വ്യത്യസ്ത മുഖങ്ങൾ. ഷെയ്വിൻ്റെ അല്ല, നമ്മൾ ആൾക്കാരുണ്ട്. ഇവർ ആദിവാസി, ഒരു ആദിവാസിയാണ്. അടിപൊളി. അപ്പം ഇവിടെ വിടാൻ പോക്കാൻ സൈക്കിളൊക്കെ സെറ്റാണ്. ആപ്കാ അപ്പോൾ നമ്മളിവിടുന്ന് വിടാൻ പോക്കാന്ന്. നമ്മളിനി ഇനിയാണ് കളികൾ. അതായത് ഇവിടുന്ന് വെറും ഒരു 10 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ രാജസ്ഥാൻ ബോർഡർ, ഗുജറാത്ത് രാജസ്ഥാൻ ബോർഡറിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഹാപ്പിനെസ് കിട്ടുന്ന ഒരു സംഭവമാണ് ഈ ബോർഡറൊക്കെ പാസ് ചെയ്യുന്ന സമയത്ത്. ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, നമ്മളങ്ങനെ ഉള്ളത് രാജസ്ഥാൻ ബോർഡറിലേക്ക് കയറി. ഗുജറാത്ത് ഇതാ ഇതിന്റെ ഇപ്പുറം ഗുജറാത്ത്, ഇതിന്റെ അപ്പുറം രാജസ്ഥാൻ. പിന്നെ ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. അടിപൊളി പരിപാടിയെല്ലാം കാണുന്നുണ്ട്. നമുക്ക് ഉള്ള അനുമോദന തോന്നുന്നു. വെറുതെ പറയാം, വേറെന്തോ വലിയ പരിപാടിയാണ്. ബൈക്ക് റൈഡേഴ്സ് എല്ലാം ഉണ്ട്. നമ്മളതാ ഫുൾ ആള് വിടുക. ഇതാണ് ഗുജറാത്തിനെയും രാജസ്ഥാനെയും ഇതാക്കുന്ന തിരിച്ചറിയാനുള്ള ബോർഡർ എന്ന് പറയാം. ഇതിൻ്റെ ഇപ്പുറം ഗുജറാത്ത്, ഇതിൻ്റെ അപ്പുറം രാജസ്ഥാൻ. എൻ്റെ സൈക്കിൾ ഇപ്പോൾ ഉള്ളത് രാജസ്ഥാനിലും ഞാനിപ്പോൾ ഉള്ളത് ഗുജറാത്തിലാണ്. ഇതാണ് ബോർഡർ. ഈ സാധനമാണ് ബോർഡർ. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. എൻ്റെ സൈക്കിൾ ഇപ്പോൾ ഉള്ളത് രാജസ്ഥാനിലും ഞാനിപ്പോൾ ഉള്ളത് ഗുജറാത്തിലാണ്. ഇതാണ് ഗുജറാത്ത് രാജസ്ഥാൻ ബോർഡർ. ഇപ്പം എനിക്ക് അബ്ദുൽ കലാം പറഞ്ഞൊരു പാർക്കാണ് ഓർമ്മ. നമ്മൾ ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, നമ്മൾ ഉറക്കം വിടാണ്ടാക്കുന്ന സ്വപ്നം. എൻ്റെ ഈ സ്വപ്നം തന്നെ ഉറങ്ങാൻ വിടില്ല. ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അങ്ങനെ നമ്മൾ രാജസ്ഥാൻ കയറി. അപ്പോൾ ഇനി രാജസ്ഥാനിൽ കാണാം. വീഡിയോ അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ നല്ല ചിക്കൻ പൊരിച്ചെല്ലാം തിന്ന് കുറേ കാലത്തിന് ശേഷം നമ്മളിവിടെ നിന്ന് പോകാൻ നമ്മുടെ സൈക്കിളും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാകുന്നതാണ്. ഇവര് നമ്മളിപ്പോൾ ഇത്രയും ദിവസം ഇവിടെ നിന്ന് നമ്മളെ ഫുൾ സപ്പോർട്ട്. അതേപോലെ നമ്മൾ ഇത്രയും 3 days നമ്മളെ മൊത്തം സ്വന്തം ആപ്തും അമ്മനെ ആപ്ക ബായിനെ ദേക്കായ. എൻ്റെ ഹിന്ദി ഭയങ്കര മോശമാണെന്ന്, പക്ഷേ സ്വന്തം അനിയനെ പോലെ മൂപ്പര് നമ്മളെ നോക്കി. ബഹുത് ധന്യവാദ് ഭയ്യ, താങ്ക് യു, ഹാറ്റ്സ് ഓഫ്. അപ്പോൾ आप केरला से आओ,
പക്ക കോൾക്കേറോ. ഓക്കെ, അപ്പോൾ നമ്മളിവിടുന്ന് പോകാൻ പോകാം. ഇവരുടെ റൂം നമ്മുടെ സൈക്കിളെല്ലാം ഇടിയുണ്ട്. വാ, നല്ല മഴ വരുന്നുണ്ട് ഇവിടെ. എന്നാലേ കാശ്മീർ പറയട്ടെ, ഇവരൊക്കെ കൈ അവരാർന്നോ. താങ്ക് യു. ആ നല്ലൊരു ക്യാമറ നമ്മളങ്ങനെ രാജസ്ഥാനിലെത്തി. രാജസ്ഥാനിലാന്നുള്ളത് നല്ല അടിപൊളി റോഡാണ്. കുറച്ച് കുന്നും കയറ്റലുണ്ടായിരുന്നുണ്ട്. വേണ്ട, റൈഡ് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ നമുക്ക് ടെൻ്റ് അടിക്കാനുള്ള ഒരു സ്പോട്ട് കിട്ടി. നമ്മൾ ടെൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. बोलो बोलो, मैं कोई एक अंधा था। हाँ बोलो, सेम सेम ऐसे ही बोलो. अभी बोलेगा ऐसे सेम डायलॉग बोलो. वापिस नहीं आएगा. इन माइंड चापड़िला माइंड കണ്ണെ കൂടെ ചാപ്പടില്ല. അതില് മൈരാന്ന് മാത്രം എനിക്ക് മനസ്സിലായിരിക്കും. നമ്മളിന്ന് ഇതാ ഈ പമ്പിലാണ് ടെൻ്റ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. നമ്മളെ ടെൻ്റെല്ലാം കണ്ടില്ല ഇവിടെ. നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നല്ല കാറ്റാണ്, കുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഈ സാധനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടത്തിലായി പോയോ എന്ന് തോന്നുന്നുണ്ട്. കാറ്റ് കുറച്ച് കൂടുതലാണ്, നല്ല കാറ്റുണ്ട്. ഞാനും കൂടിയിട്ടിരിക്കാം, എന്താവും അറിയില്ല. കഞ്ഞി വെച്ചുകൊണ്ടിരിക്കുന്നു. ചെക്കന് ഹെൽത്തിന് ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട്. അപ്പോൾ ആയിട്ട് കാണാം. ബൈ.